വർഷം ഉദിച്ച സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങളെ അവിടെ നട്ട നെൽച്ചെടിയുടെ നെല്ലോലുകൾ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി നെല്ല് കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് തളവറ പോകുന്ന വഴിയിൽ സുരേഷ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന അരി അരച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ചുട്ട 5 ഇഡ്ഡലി ഞാൻ രാവിലെ തിന്നതിന്റെ ഊർജ്ജം എന്റെ തൊണ്ടയെന്ന് കേൾക്കുന്ന വെച്ച ദേശത്തിലൂടെ വന്ന ശബ്ദോർജവും കാലത്തിലൂടെ വന്ന ഭാഷയും ഞാൻ പ്രസംഗിക്കുന്നത് പ്ലസ്സായോ? നമ്മുടെ ജീവിതം A+ ആവണമെങ്കിൽ നമ്മുടെ നാടിനോടും നമ്മുടെ കാലത്തോടും കണക്ട് ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്തതാണ്. അവർ ഏതോ സ്വപ്ന ലോകത്തേക്ക് പോകുന്നു. ഞാനിവിടെ പ്രിൻസിപ്പളിനോട്, ഡയറ്റിന്റെ പ്രിൻസിപ്പളിനോടും ഇവിടുത്തെ PTA പ്രസിഡന്റിനോടും സംസാരിക്കുകയായിരുന്നു. ഈ പാരമ്പര്യം നമ്മുടെ കുട്ടികൾക്ക് അത് മൂല്യമായി മാറുന്നുണ്ടോ? അവരുടെ മുഖം വിവർണമായി. ഇത്രയും വലിയ മഹത്തായ പാരമ്പര്യമുള്ള വിദ്യാലയത്തിൽ പഠിച്ചതിന്റെ ഗുണം നമ്മുടെ ന്യൂ ജനറേഷൻ ഉണ്ടാവുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ടാകുന്നില്ല എന്നവർ പറഞ്ഞിട്ടില്ല. എന്നാ കുറവാണ്. അവർക്കെന്താണ്? അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്കെന്താണ്? അവർക്ക് ശരീരം മതി, ഭക്ഷണം മതി. ഭക്ഷണം മാത്രം ആ ശരീരത്തിന് ഭക്ഷണം പോരാ. ശരീരം പദാർത്ഥല്ലേ? ശരീരം പദാർത്ഥല്ലേ? പദാർത്ഥത്തിനെ തൃപ്തിപ്പെടുത്താൻ കവിത കഴിയോ എന്ന് പറഞ്ഞാൽ വള്ളത്തോണ്ട് അതിമനോഹരമായ ഒരു കവിതയുണ്ട്, ജയേന്ദ്രൻ പാടിയ പാട്ട്. ആ കവിത കടലാസിൽ എഴുതിയിട്ട് തിന്നാലും വിശക്കുമാവില്ലല്ലോ. നബുജ്യതേ വ്യാകരണം ചുട്ടാതുരേ വിവാസിതോ കാവ്യരസവനപീയതേ ന വിദ്യയാകേന ച വിദ്രുതം കുലം ഹിരണ്യമേവാർജയാ നിഷ്ഫലാകല. ഞാൻ പണ്ട് 10ാം ക്ലാസ് പഠിച്ച ഹിരണ്യമേവാർജയ എന്ന് പറഞ്ഞ പാഠം പഠിച്ചവർ എത്രയുണ്ടോന്ന് കൈവക്കിയാട്ടെ. ഹിരണ്യമേവാർജയ പഠിച്ചവര് കുറെ ആയിട്ടാവില്ലേ അല്ലേ? മാഘൻ എഴുതി വെച്ചതാ. വ്യാകരണം വിശക്കുന്നവന് വ്യാകരണം വിശപ്പ് മാറ്റുന്നില്ല. ദാഹിച്ചു വരുന്നവന് കാവ്യരസം ദാഹം മാറ്റുന്നില്ല. വിദ്യ കൊണ്ട് കുലത്തെ സമുദ്ധരിക്കാനാവുന്നില്ല. ഹിരണ്യമേവാർജയ, പൈസ ഉണ്ടായിക്കൂടുക, കല കൊണ്ട് പ്രയോജനമില്ല എന്ന് അന്ന് എഴുതി വെച്ച. കാരണം അന്ന് രാജാക്കന്മാര് എന്തെങ്കിലും കൊടുത്താൽ മാത്രമല്ലേ ഉള്ളൂ കവികൾക്ക്. ഇന്ന് അങ്ങനെയൊന്നല്ല. ഇന്ന് കലാകാരന്മാര് വലിയ പൈസക്കാരാ. അപ്പോ നമ്മൾ ഈ കവിത തിന്നാനും പറ്റില്ലല്ലോ, പാട്ട് കുടിക്കാൻ പറ്റില്ലല്ലോ. ശരീരത്തിന് എന്ത് വേണം? ഹരം, ദ്രാവകം, ബാധകം അല്ലേ? ഹരം, ദ്രാവകം, ബാധകം. അപ്പൊ ഈ ശരീരത്തിന് ലഹരിക്ക് വേണ്ടി പുറകെ ഓടുമ്പോ കുട്ടികൾ ഖരവും ദ്രാവകവും രാത്രിയിൽ 10 മണിക്കും 11 മണിക്കും ഹോട്ടലുകൾ അന്വേഷിച്ചുകൊണ്ട്. കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ തുറന്നത് പുസ്തകശാലകളല്ല, ഹോട്ടലുകളാണ്. ഓടിയിട്ട് അവിടുത്തെ ഇറച്ചി മീനെല്ലാം തിന്നുക. നമുക്കെല്ലാം മരണം വരെ പല പേരുണ്ടെങ്കിലും മരിച്ച ഒരു പേരേ ഉള്ളൂ. ഒന്നിക്ക് ശവം അല്ലേ മയ്യത്ത് അല്ലേ? എന്നാ കോഴീന്റെ ഒരു ഭാഗ്യം നോക്കും, മരണം വരെ ഒരു പേരേ ഉള്ളൂ കോഴിക്ക്. മരിച്ച 28 പേരാ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച് 28 മോഡൽ കോഴി. ഇത് മുഴുവൻ കുട്ടികൾ തിന്നാണ്. അവരതിനു വേണ്ടി ഓടുമ്പോ അതിൽ നിന്ന് തൃപ്തി കിട്ടാതിരിക്കുമ്പോ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. പണ്ടൊരു കണക്കുണ്ടായിരുന്നു, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. ഒരുത്ത കോപ്പി അടിച്ചിട്ട് മാഷ് പിടിച്ചു. അപ്പൊ മാഷോടോ പറഞ്ഞു, ഇതാ മാഷ് ഏറ്റവും എളുപ്പ വഴിയിൽ കോപ്പി അടിക്കരുത്. എളുപ്പ വഴിയിൽ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ എന്ത് മാർഗം? ഖരം, MDMA, ഖരം മനസ്സിലായോ? ദ്രാവകം, കുപ്പി, മദ്യം, മാദകം, കഞ്ചാവിന്റെ പുക. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇല്ല A+ ആയിട്ടും ഇതിന്റെ പുറകെ പോകുന്നത്? അവന്റെ ശരീരത്തെയാണ് നമ്മൾ വളർത്തുന്നത്. അച്ഛനമ്മമാരുടെ, നാട്ടുകാരുടെ പ്രധാന ജോലി ഇവരെന്താ പഠിപ്പിക്കാൻ ലക്ഷ്യം വെക്കുന്നെന്താ? അനന്തതകളല്ല, ആകാശങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല. അവൻ ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് ശമ്പളം വാങ്ങിയിട്ടോ വീടെടുത്തിട്ടോ നല്ല ഭക്ഷണം കഴിക്കുക, എന്നിട്ടോ കടന്നുറങ്ങുക. ഇതാണോ മനുഷ്യ? എന്ന് പറഞ്ഞാൽ തന്റെ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് തനിക്കറിയുന്നത് പഠിപ്പിക്കുന്നവരും പാഠപുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുന്നവരും അധ്യാപകനല്ല. അത് മാത്രം പഠിപ്പിച്ച അധ്യാപകൻ അസ്ഥിവാരത്തിൽ നിൽക്കുകയാണ്. അസ്ഥിവാരം പുറത്തേക്ക് ഉയർത്തണമെങ്കിൽ അധിയാപനം നടത്താൻ കുട്ടിയെ പ്രേരിപ്പിക്കണം. അധി എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ?
2024 അതിവർഷമായത് എങ്ങനെയാ? ഫെബ്രുവരി 29 ഉണ്ടായിരുന്നു, 366 ദിവസം ഉണ്ടായിരുന്നു, ഒരു ദിവസം കൂടുതലുണ്ട്. അതുകൊണ്ട് അതിവർഷം. അധി എന്ന് പറഞ്ഞാൽ കൂടുതലാ. വ്യാപകൻ, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. തന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടി തന്നേക്കാൾ മിടുക്കനായി തന്നെ തോൽപ്പിക്കുന്നവനാകുമ്പോഴാണ് അധിവ്യാപകൻ ഉണ്ടാവുന്നത്. പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണ് അധിവ്യാപകൻ ഉണ്ടാവുന്നത്. ഇന്നത്തെ കുട്ടികൾ ചെറുപ്പത്തിലെല്ലാം ഭയങ്കരന്മാരാ, ഭയങ്കര ബുദ്ധിയാണ്. കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി വയോജന ദിനത്തിന് എന്റെ നാട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം, അപ്പൂപ്പൻ അമ്മൂമ്മ ഉപ്പാവ ഉമ്മാവ സംഗമം. നോക്കുമ്പോ ഇരിക്കാൻ സ്ഥലമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെ യോഗം വിളിച്ചാൽ ഒരാൾക്ക് 2 ആളിലെ മാക്സിമം വരും. അത് തന്നെ പെണ്ണുങ്ങൾ പോയിക്കോളൂ, ആണുങ്ങൾ ഇതൊന്നും എന്റെ പണിയല്ല എന്ന മട്ടിൽ അവര് വേറെ ഇതിന് പോകും. ഇത് നോക്കുമ്പോ ഒരു ചാൻസ് കിട്ടിയതാണ് സ്കൂളിൽ പോകാൻ. ഒരു കുട്ടിക്ക് 4 ആളുണ്ടാവുമല്ലോ. അച്ഛന്റെ അമ്മയും അച്ഛന്റെ അച്ഛനും ഉണ്ടാവും, അമ്മേന്റെ അമ്മയും അമ്മേന്റെ അച്ഛനും ഉണ്ടാവും. എല്ലാം വന്ന് ഇരിക്കാൻ സ്ഥലമില്ല. ടീച്ചർ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞു, മക്കളെ ഈ വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം കേട്ടോ. എന്നിട്ട് സ്ഥിരം പറയുന്ന ക്ലീശേ മുദ്രാവാക്യം പറഞ്ഞു, പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലെ ഒരു കാലം പഴുത്തു വീഴും ഓർക്കണ്ടേ, അതുകൊണ്ട് ചിരിക്കാവോ? അപ്പൊ കുട്ടികളെല്ലാം ഇല്ല, ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഒരു പയ്യൻ എഴുന്നേറ്റിട്ട്, ടീച്ചറെ ഒരു സംശയം, എന്താ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്നാ പഴുക്കാണ്ടിപ്പോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നില്ലേ നല്ലത്? കുട്ടികളുടെ ചോദ്യം. എന്റെ മോൻ ചെറിയ കുട്ടിയല്ലേ ശ്രീരാമൻ, എന്നിട്ട് ശ്രീരാമട്ടാന്ന് വിളിക്കണ്ട, ശ്രീകൃഷ്ണട്ടാന്ന് വിളിക്കണ്ട, ശ്രീകൃഷ്ണ കൃഷ്ണ രാമ എന്നല്ലേ വിളിക്കരുത് എന്ന് എന്റെ മോൻ ചോദിച്ചാ. നമ്മുടെ കുട്ടികൾ ഭയങ്കര ബുദ്ധിയാ, അതിയാപനം നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സംഗമം ചേർന്നിട്ട് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട്, ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് അവർക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്താ? ഈ ശരീരവും മനസ്സും തമ്മിലുള്ള യുദ്ധത്തിൽ ആമയും മുയലും പന്തയം വെച്ച പോലത്തെ ഒരു അവസ്ഥ വരുന്നു. ആമയും മുയലും പന്തയം വെച്ച കഥ കേൾക്കാത്ത ലോകത്ത് ഒരു കുട്ടിയുമില്ല. എല്ലാ സ്കൂളിലും ലോകത്തെല്ലാവരും പഠിച്ചതാണ്. മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ മെല്ലെ വരിക. നേരത്തെ പോയിട്ട് 2 മെഡൽ കിട്ടൂലല്ലോ, അതുകൊണ്ട് ഒന്ന് വിശ്രമിക്കാം. അങ്ങനെ വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്കു തെളിയുമ്പോൾ ആമ പോയി സമ്മാനം വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് മാഷന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ തീർന്നു. ഒരു പുനർവായന നടത്തണ്ടേ? ഈ ആമ എന്ന് പറയുന്നത് നമ്മുടെ ശരീര, മുയൽ എന്ന് പറയുന്ന മനസ്സാ. നമ്മുടെ ശരീരം ആമയെ പോലെ വലിയ ലെവലിൽ മൃഗങ്ങളെ അപേക്ഷിച്ച് ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റോടില്ലേ? നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ട് 1/2 മണിക്കൂർ കൊണ്ടുകൂടി മക്കളുണ്ട്. 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടേ, കുമ്പിട്ട് കിടക്കാൻ. LKG അങ്ങനെ വാടി പോകുമ്പോ 3 വയസ്സായിട്ടില്ലേ? എന്നാ 3ാമത്തെ വയസ്സിൽ ആ പശുക്കുട്ടീനെ ചെന്ന് നോക്കിയാട്ടെ, പ്രസവിച്ചിട്ടൊരു അമ്മയാ. മുലയൂട്ട് നമ്മ ഇവിടുത്തെ 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളെ നോക്ക്, 15 വയസ്സ്. 15 വയസ്സിൽ പശുവായിട്ടാണെങ്കിൽ 12 വെച്ചിട്ട് പ്രസവം നിർത്തിയിട്ടുണ്ടാവും ഇല്ലേ? നമ്മുടെ ശരീരം ആമയെപ്പോലെ മെല്ലെ വളരൂ. പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. നമ്മൾ മെല്ലെ വളരും, പക്ഷെ മനസ്സോ എന്തൊരു ബുദ്ധിയാണെന്നറിയോ കുട്ടികൾക്ക്. അത് നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് 600-ൽ 360 മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 60%. ഇന്ന് നിങ്ങളെ മക്കളോട് ചോദിച്ചു നോക്കട്ടെ, 60%. A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B ആ. ആർക്ക് വേണോ? അന്ന് ഡിസ്റ്റിങ്ഷൻ കിട്ടിയ രാജാവ് സ്കൂൾ 80% മാർക്ക് കിട്ടിയ 600-ൽ 450. ഇപ്പോ ഒരു വിഷയത്തിൽ A+ പോയാൽ മതി, അപ്പുറത്തെ ആള് ചോദിക്കും, ഇത് A+ ഇല്ല, നീ തോറ്റുപോയോ എന്നാ പറ്റില്ല. ഒരു വിഷയം ബാക്കി എല്ലാത്തിലും 90%, ഒന്നിൽ 89% തോറ്റുപോയോ എന്നുള്ള പറ്റില്ല. ഈ ചോദിക്കുന്ന രമേശൻ SLC 210 കിട്ടാണ്ട് തോറ്റ വിദ്വാനായിരിക്കും.